അല്ല റയറായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഇടുന്നത്, അല്ലെങ്കിൽ അതിപ്പോൾ ട്രാവൽ ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഹോം ബ്ലോഗ് ഇടും. എനിക്കത് നിങ്ങൾ അറിഞ്ഞു സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ അൺവാണ്ടഡ്ലി ഒരിത് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് പയ്യതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്തൊരു ഫീലിംഗ് അവസരം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസിന്റെ ഒക്കെ നമ്മളെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വി ആർ മേക്കിംഗ് മണി. ബട്ട് നമ്മുടെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ മുറിച്ച് വിറ്റ് ഇതിനെ കട്ട് ചെയ്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമിയ അൺഫിൽറ്റേർഡ് വൻ ശോകമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കൺസേൺ ആണ്. എനിക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചിയുടെ സൗണ്ട് ഭയങ്കര റെയറാണ്, ചേച്ചിയുടെ സൗണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അങ്ങനെ കുറച്ച് കമൻറ്റ് വരലുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ എന്നിൽ നിന്ന് ഒരിക്കലും മാറാത്ത രോഗമാണ് ഈ ജലദോഷം, മൂക്കടപ്പ്, പനി എന്ന് പറയുന്നത്. ഫ്രീക്വൻലി വരും. അതിൽ ഈ മൂക്കടപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ശ്വാസം മുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ എടുക്കാൻ തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ചെറിയ ക്ലിക്ക് ബൈറ്റുള്ളൊരു ന്യൂസ് എടുക്കും, എന്തെങ്കിലും സംസാരിക്കും, വിടും. അതെൻ്റെ ചാനലിലും കാണാനുണ്ട്. നിങ്ങളാരും വലുതായിട്ട് ഇരുന്ന് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ അതിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും എൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി സോഷ്യലി റിലവൻ്റായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എടാ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ സോഷ്യലി റിലവൻ്റായ വിഷയമാണോ പറഞ്ഞത്. ആദ്യത്തെ വിഷയം നമ്പർ 1, ഒരു കുട്ടി പഠിക്കാൻ പോകുന്ന വഴി ഓപ്പോസിറ്റ് വന്ന് നിന്ന് ഒരുത്തൻ അവളെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കും, അതിൽ നിന്ന് ഒരാൾ രക്ഷിച്ചതും ഭയങ്കര സോഷ്യലി റിലവൻ്റാണ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമാണ് പിള്ളേരെ പുറകെ ഉണ്ടാകുന്ന ഇൻജസ്റ്റൈസ്. അതാകെ കണ്ടത് 3000 എങ്ങാനും ആൾക്കാരാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, കണ്ടു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ആയിരുന്നു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് ഫാദറിനെ ഉപദ്രവിച്ചൊരു വീഡിയോ. ഉപദ്രവിച്ചു എന്ന് വെച്ചാൽ ഫാദറിനെ ഇല്ലാതാക്കിയൊരു വീഡിയോ. അതാകെ കണ്ടത് 1000 പേര്. 1000 ഇല്ല, അതിലും കുറവാണ്. പിന്നെ എന്ത് സോഷ്യൽ റെലവൻസിയാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തായാലും അവിടെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് പവർ കുറവായിരുന്നു, ഇന്ന് ബാക്ക് ടു പവറിലോട്ട് എത്തിയിട്ടുണ്ട്. ഫുൾ എനർജി വന്നു, ഹെൽത്ത് ഓക്കെ ആയി എന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് തോന്നി എനർജിയിൽ വീഡിയോ എടുത്തേ പറ്റുമെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എക്സ്ക്യൂസ് മൈ ബാക്ക്ഗ്രൗണ്ട്, എക്സ്ക്യൂസ് മൈ ക്യാമറ ആംഗിൾ, ബിക്കോസ് ഞാൻ ട്രൈപോഡിലല്ല വീഡിയോ എടുക്കുന്നത്. എൻ്റെ നിർഭാഗ്യവശാൽ ഞാൻ എൻ്റെ ട്രൈപോഡ് എൻ്റെ സഹോദരൻ്റെ റൂമിൽ വെച്ചു. ഇപ്പം രാവിലെ 5:30 ഇന്ന് എനിക്ക് എൻ്റെ ഓഫീസിൽ ഓണം പ്രോഗ്രാമാണ്. ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എത്താൻ ഭയങ്കര ലേറ്റ് ആവും എന്നുള്ളത് കൺഫേമാണ്. അത് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ ഒരു 5:30 എണീച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. സോ കടന്നുറങ്ങുന്ന അവനെ പോയി എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും ട്രൈപോഡിനെയും ഒരുമിച്ച് എറിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെതായ രീതിയിലൊരു ട്രൈപോഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയം എന്താണ്? കൃഷ്ണകുമാർ ഫാമിലിയിലെ സിന്ധു കൃഷ്ണയാണ്. ആൾ റീസെൻ്റ്ലി ഒരു വ്ളോഗ് ഇട്ടിരുന്നു, ഒരാഴ്ച നടന്ന കുറച്ച് സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ ഒരാഴ്ച നടന്ന സംഭവത്തിൽ പകുതി മുക്കാലും ആളുടെ കഥകളാണ്. ആൾ ക്യാമറ പിടിച്ച് വെച്ചിട്ട് കഥ പറയുന്നു, പിന്നെ അവരുടേതായ രീതിയിലുള്ള ചെറിയ വ്ളോഗ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ പുട്ടിന് തേങ്ങ എന്ന പോലെ എന്തെങ്കിലും ഒന്ന് ഇട്ട് തരണം. കാരണം അവർക്കറിയാം അന്ന് ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇവരെക്കുറിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ടോപ്പിക്കേ നമ്മൾ വിട്ട് നമ്മൾ വേറെ പഞ്ചായത്തേക്ക് പോയതാണ്. അപ്പം എന്താ അറിയില്ല, ഇവർക്ക് ഇവരെ പറ്റി 4 പറഞ്ഞില്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരിതങ്ങ് കയറി അങ്ങ് സംസാരിച്ചു, കുറച്ച് കാര്യങ്ങൾ അതിനങ്ങ് പറഞ്ഞു. ഡെഫിനറ്റ്ലി അത് എടുത്തു, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഡിസ്കഷനായി, ടോപ്പിക്കായി, വർത്താനായി, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുന്നു. പിന്നെ നമ്മളായിട്ട് എങ്ങനെയാണ് പറയാണ്ടിരിക്കുക. അപ്പോൾ സിന്ധു കൃഷ്ണൻ്റെ വ്ളോഗിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഇട്ട മറുപടികൾക്കുള്ള മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. 1 by 1 ആയിട്ട് തുടങ്ങാം. വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് അങ്ങനെ കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ അവർ കാത്തിരിക്കുമായിരിക്കും, കുറേ ദിവസം ആയല്ലോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, വീഡിയോ ഇടുമ്പോഴത്തേക്ക് വന്നിട്ട് അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളോട് നമ്മുടെ വീഡിയോസിനോട് താല്പര്യമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഫുൾ വീഡിയോസ് കണ്ടില്ലെങ്കിലും നമ്മളോട് താല്പര്യമില്ലാത്ത ധാരാളം പേര് ഞങ്ങളുടെയൊക്കെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കുത്തും കോമയും ഒന്നും ഇടാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്ന് ഏത് പോർഷൻ കട്ട് ചെയ്തെടുക്കാം, ട്രോളാക്കാൻ പറ്റുന്ന എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കാണുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഇത് അങ്ങനെ എത്ര പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അതെടുത്ത് അത് കൊണ്ടിട്ടിട്ട് അവരുടനെ റിയാക്ഷൻ വീഡിയോ, സിന്ധു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇവിടെ 2 സാധനം പറയാനുണ്ട്. ഒന്ന്, സിന്ധു ചേച്ചി വന്നു, സിന്ധു ചേച്ചി ഒരു വീഡിയോ ഇടുന്ന സമയത്ത് സിന്ധു ചേച്ചിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ ഫുള്ള് കണ്ടില്ലെങ്കിലും
റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ ഫുള്ളിരുന്ന് അങ്ങ് കാണും, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പീസ് ഒപ്പിയെടുത്തിട്ട് അങ്ങ് ട്രോളും എന്നുള്ളൊരു സാധനമാണ് സിന്ധു ചേച്ചി ഇവിടെ പറഞ്ഞത്. ചിലപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും തോന്നാം ആ വ്ളോഗിൽ ഇത്രയും കാര്യം ഉണ്ടായിട്ട് ഇവർ ഈ ഒരു പീസല്ലേ ഒപ്പിയെടുക്കുന്നേ എന്നുള്ളത്. അതിന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് അറിഞ്ഞിട്ട് ചേച്ചി എന്തിനാണ് വീഡിയോ കയറി ഇങ്ങനൊരു ഡയലോഗ് പറയുന്നത്? കാരണം ചേച്ചി വളരെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, എന്നെ ഇഷ്ടമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കംപ്ലീറ്റ് കണ്ടില്ലെങ്കിലും റിയാക്ഷൻ വീഡിയോക്കാരിരുന്ന് ഫുൾ അങ്ങ് കാണും, കണ്ടു കഴിഞ്ഞിട്ട് അവർ അതിൽ നിന്ന് ഒപ്പിയെടുത്തിട്ട് എനിക്ക് അഗെയിൻസ്റ്റ് വീഡിയോ ഇടും എന്ന് പറയുന്ന ചേച്ചി എന്തിനാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഇതിൽ കൊണ്ടുപോയിട്ടേ? ഇട്ടത് കൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നേ. റംബൂട്ടാൻ്റെയും മാങ്ങേൻ്റെയും സ്റ്റാർ പ്ലാനറ്റിൻ്റെയും മോക്ക് സാരി വാങ്ങാൻ പോയതും അല്ലെങ്കിൽ വീട്ടിൽ ബിരിയാണി ചോറ് ഇറച്ചിക്കറി ഉണ്ടാക്കിയതും ഒക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യോ? ഇല്ല. സംസാരിക്കോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പീസുകൾ ഞങ്ങൾക്ക് ഇട്ട് തരുന്നത്. അങ്ങനെ ഇട്ട് തരുമ്പോൾ നമ്മൾ സംസാരിക്കാണ്ട് നിന്നാൽ മോശമല്ലേ? ഇനി അടുത്തൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്നും ഈ സിന്ധു കൃഷ്ണയുടെ വീഡിയോ പേഴ്സണലി ഞാൻ ഫുള്ളിരുന്ന് കാണുന്ന ഒരു വ്യക്തിയല്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 50-60 മിനിറ്റാണ്. അതിലൊരു പകുതി മുക്കാലും നിങ്ങളിങ്ങനെ വാ എന്ന് പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇത് ഫുള്ള് കാണാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ആരോഗ്യം ഇപ്പോൾ പേഴ്സണലി എനിക്കില്ല. അതുകൊണ്ട് ഞാനിതിൽ ഫുള്ളിരുന്ന് കാണില്ല. ഞാൻ എങ്ങനെയാണ് കാണുക എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു 5-6 യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് കുറേ ചെറിയ ചെറിയ ചാനലുകളുണ്ട്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്പുകൾ ഇങ്ങനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോണ്ടൻറ്റിൻ്റെ താഴെ കുറേ കമൻസ് വരിക. അങ്ങനെ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് നിങ്ങളുടെ ടോപ്പിക്കിന് വരുന്നത്, അപ്പോഴാണ് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും എടുത്ത് സംസാരിക്കുക. അല്ലാണ്ട് ഞങ്ങൾ സിന്ധു കൃഷ്ണൻ്റെ കോണ്ടൻറ്റ് ഉണ്ടോ, അഹാനേൻ്റെ കോണ്ടൻറ്റ് ഉണ്ടോ, ദിയയുടെ കോണ്ടൻറ്റ് ഉണ്ടോ, അൻസൂൻ്റെ കോണ്ടൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരില്ല. നിങ്ങൾ വീഡിയോ ഇടുന്നു, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നു, അതിൻ്റെ താഴെ കമൻസ് വരുന്നു, അതുവഴി അതൊരു ഡിസ്കഷൻ ആവുന്നു, അതിൻ്റെ ഷോർട്ട് വീഡിയോസ് വരുന്നു, ഡെഫിനറ്റ്ലി റിയാക്ഷൻ വീഡിയോയിലോട്ട് എത്തുന്നു, അത് 3-4 പേര് റിയാക്ട് ചെയ്യുന്നു, ഏറ്റവും അവസാനം ഞാനെടുത്ത് റിയാക്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നൊരു പ്രോസസ്സ്. അല്ലാണ്ട് നമ്മളെല്ലാവരും അയ്യോ സിന്ധു വീഡിയോ ഇട്ടില്ലേ നോക്കിയിരിക്കലല്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ആഹാനയ്ക്കോ അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയ്ക്കോ ഒരു കോണ്ടൻറ്റ് ഇടണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോകണം, അല്ലേ നിങ്ങൾക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ഫ്രൂട്ട് ഉണ്ടാവുകയോ ചെയ്യണം. നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാർക്ക് വീഡിയോ ചെയ്യാൻ ഒരു പാടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, റിപ്പോർട്ടർ ന്യൂസ്, നീലക്കുയിൽ, പച്ചക്കുയിൽ എന്ന് പറഞ്ഞാൽ ഈ കുയിലുകളൊക്കെ അങ്ങ് ഫോളോ ചെയ്തിട്ടാൽ മതി. ഞങ്ങൾക്ക് ഒരു ദിവസം 10,000 കോണ്ടൻറ്റ് കിട്ടും. ഇപ്പം അതാ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഞാനത് ചെയ്യില്ല തീരുമാനിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല. കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് തന്നെയാണ്. അനുപമ പരമേശ്വറിന് അഗെയിൻസ്റ്റ് സംസാരിച്ചുകൊണ്ടൊരു ചെക്കൻ വന്നിട്ടുണ്ട്, അവൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് അച്ഛനെ വെട്ടി അമ്മേനെ വെട്ടി അവിടെ മോഷണം ഇവിടെ മോഷണം ഇങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. ദെൻ വൈ നമ്മളെല്ലാവരും ഇതിങ്ങനെ നോക്കിയിരിക്കണം? ഇനി ഞങ്ങൾ നോക്കിയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കണ്ടന്റ് ഇട്ട് തരുന്നുണ്ടല്ലോ, പിന്നെ നോക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം? ഈവൻ ഞാൻ അമിതാഭ് ബച്ചന്റെ ഒക്കെ തന്നെ പോസ്റ്റിന്റെ ഒക്കെ താഴെ ഈ നെഗറ്റീവുകൾ ഒരുപാട് എഴുതുന്നുണ്ട്. എനിക്കറിയില്ല മനുഷ്യരുടെ ഉള്ളില് ഇത്രത്തോളം നെഗറ്റിവിറ്റി എവിടെ നിന്ന് വരുന്നു. ലൈക്ക് വൈ കാൺ പീപ്പിൾ തിങ്ക് നമുക്കും ജീവിക്കണം, മറ്റുള്ളവർക്കും ജീവിക്കണം, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കണം എന്നെന്താണോ ചിന്തിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് വലുതാക്കി ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെയാ അല്ലേ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഐ ജസ്റ്റ് ലൈക്ക് ടു സേ എല്ലാവരും തിങ്ക് പോസിറ്റീവ്. ആർക്കും ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവമൊന്നും ചെയ്യാതിരിക്കുക. തിങ്ക് പോസിറ്റീവ്. എല്ലാവർക്കും ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക. അമിതാഭ് ബച്ചൻ്റെ പോസ്റ്റിൻ്റെ താഴെ വരെ നെഗറ്റീവ് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പീസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഇന്ന് തൊട്ട് എല്ലാവരും തിങ്ക് പോസിറ്റീവ് ചെയ്യുക. എടാ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് പോസിറ്റീവ് ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പം എങ്ങനെയാണ് തിങ്ക് പോസിറ്റീവ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ സിന്ധു കൃഷ്ണയുടെ ഫാമിലി അവരാണല്ലോ പറഞ്ഞത്, അപ്പോൾ അവരെക്കുറിച്ച് വേണം പറയാൻ. അവർക്ക് അഗെയിൻസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വന്നു. അതിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന അറ്റാക്ക് എന്താണെന്ന് വെച്ചാൽ സിന്ധു കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അമ്മേനെ നോക്കുന്നില്ല എന്നുള്ളത്. ഇത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണോ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്? അല്ല, സിന്ധു കൃഷ്ണയുടെ അമ്മയാണ് വന്ന് പറഞ്ഞത്. ഏതിൽ കൂടിയാണ് പറഞ്ഞത്? അനിയത്തിയുടെ മോളുടെ വ്ളോഗ് ചാനലിൽ കൂടെ. എങ്ങനെയാണ് പറഞ്ഞത്? അമ്മ കരഞ്ഞിട്ട് പറയണം എന്നെ നോക്കാൻ ആരുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിലുള്ളൊരു ഡയലോഗ്. അപ്പം കാനഡയിലുള്ള മകളും
മരുമോനും മീൻസ് മോളുടെ മോനും അവരുടെ മരുമോനും കുഞ്ഞു ബേബിയും കൂടെ അവരുടെ ജോബ് PR എല്ലാം ഒഴിവാക്കി നാട്ടിലോട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ ഡെഫിനറ്റ്ലി ഒരു ചോദ്യം വരും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന 5 ആൾക്കാർ, അതിൽ 4 മക്കളും അമ്മയും. ഇത്രയും സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് വൈ കാൻ ദേ ടേക്ക് കെയർ ഓഫ് ദെയർ മോം എന്നൊരു ചോദ്യം വരുന്നത് എങ്ങനെ റോങ് ആവും? ഹൗ ക്യാൻ ഇറ്റ് ബി റോങ്? അതെങ്ങനെ ഒരു പരദൂഷണമാവുന്നത്? അതെങ്ങനെ ഒരു ഗോസിപ്പാവുന്നത്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു. ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചതോടുകൂടി തൻവിയുടെ സൈഡിൽ നിന്നൊരു ഒപ്പീനിയൻ പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് തന്നെ അയ്യോ അമ്മൂമ്മ പറഞ്ഞ കാര്യം വളരെ പോസിറ്റീവാണെന്ന് കരുതി തിങ്ക് പോസിറ്റീവായി നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാണ്ടിരുന്നൂടായിരുന്നോ? ഇവിടെ അഹാന കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി 1 hour വീഡിയോയിൽ വന്നിട്ട് സ്റ്റിൽ സെയിങ് അമ്മൂമ്മ ഈസ് എ പ്രോബ്ലമാറ്റിക് ലേഡി, അമ്മൂമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേത് ചെയ്തു. അത് പിന്നെ സിന്ധു കൃഷ്ണ എന്താ ചെയ്തത്? റാൻഡംലി മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാർക്ക് പോയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള CCTV ഫുട്ടേജ് ഷെയർ ചെയ്തു. എന്നിട്ട് അവർക്ക് കയറി മെസ്സേജ് അയക്കുക, നിങ്ങൾ എന്തിനാണ് വ്ളോഗേഴ്സിന് കൊണ്ട് കൊടുത്തത്, നിങ്ങൾ എന്തിനാണ് അവരുടെ അടുത്തോട്ട് എത്തിച്ചതെന്ന്. സോ ഇവിടെ തിങ്ക് പോസിറ്റീവായി നിന്നൂടായിരുന്നോ? എൻ്റെ അമ്മേനെ ഞാൻ ടേക്ക് കെയർ ചെയ്തില്ല, ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. അതിനെപ്പറ്റി കമൻറ്റ് വന്നു, ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. അങ്ങനെ പോസിറ്റീവായിട്ട് പറയണമായിരുന്നു. സിന്ധു കൃഷ്ണ പോസിറ്റീവായിട്ട് പറയണമായിരുന്നു. ഇത്രയും പോസിറ്റിവിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ സോ കോൾഡ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സിന്ധു കൃഷ്ണയ്ക്ക് എങ്ങനെ ആ സിറ്റുവേഷനിൽ പോസിറ്റീവ് ആവാൻ പറ്റിയില്ല? ആൻഡ് ഞങ്ങൾ എങ്ങനെയാണ് ഇതിന് പോസിറ്റീവിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഗൈസ്, നിങ്ങളെല്ലാവരും നാളെ മുതൽ സിന്ധു കൃഷ്ണ ചെയ്ത പോലെ സ്വന്തം അമ്മേനെ നോക്കാണ്ടിരിക്കണം. അമ്മയ്ക്ക് കൊടുത്ത ചുരിദാറും തുണി മാങ്ങാണ്ടികളെല്ലാം തിരിച്ച് പെറുക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. നിങ്ങൾ ക്യാമറ തുറന്നു വെച്ചിട്ട് ഓ മൈ അമ്മ എന്ന് പറഞ്ഞിട്ട് പുറകെ പോയിട്ട് അമ്മ ഒരു തള്ളയാണ്, എനിക്കൊരു സൗകര്യം തരാത്ത പ്രോബ്ലമാറ്റിക് ലേഡിയാണെന്ന് പറയണം. ഇങ്ങനെയാണോ നിങ്ങളുടെ കോണ്ടന്റിനെ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. എന്തെങ്കിലും നല്ലത് നിങ്ങൾ ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും നല്ലത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. കാണുന്നില്ല, നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾ റംബൂട്ടാൻ കുഴിച്ചിടുന്നതാണ്. എൻ്റെ അമ്മ കുഴിച്ചിട്ടു റിസെൻ്റ്ലി ഡ്രാഗൺ ഫ്രൂട്ട്. എൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി. അതിന് ഞാൻ എന്താ പറയേണ്ടത്? സ്ഥലമുള്ളവർ കൃഷി ചെയ്യും, കഴിവുള്ളവർ അതിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കും. നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മ. എനിക്ക് ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്. ഇപ്പം ആൾക്ക് കൈക്ക് കുറച്ച് പെയിൻ ഉള്ളതുകൊണ്ട് കുറച്ച് കുറവാന്നേ ഉള്ളൂ. അല്ലെ പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം ആൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ബാക്കി എല്ലാ കൃഷി നെല്ല് അത് ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ കണ്ട് വളർന്ന ആളാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് വലിയൊരു കളമായിരുന്നു. ഇവിടെയായിരുന്നു നമ്മളുടെ നെല്ലൊക്കെ ആദ്യം കൊണ്ട് ഇടുക. അപ്പം ഞാൻ കൃഷിയൊക്കെ പണ്ടേ കണ്ടു വന്ന ആളാണ്. ആ കൃഷീനെ എന്താ ഞാൻ അടിക്കേണ്ടത്? അല്ലെ നിങ്ങൾ കടയിൽ പോയിട്ട് ഡയമണ്ടിൻ്റെ റിങ് വാങ്ങുന്നതും ഡയമണ്ടിൻ്റെ മോതിരം വാങ്ങുന്നതൊക്കെ ഞാൻ കയറി സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയണോ? എന്താ ഞാൻ പറയേണ്ടത്? നിങ്ങൾ ഡയമണ്ട് റിങ് വാങ്ങി മോതിരം വാങ്ങി അത് ഈസ് എ പോസിറ്റീവ് തിങ് എന്നാണോ പറയേണ്ടത്? അല്ലാണ്ട് വാട്ട് ഈസ് ദ പോസിറ്റിവിറ്റി ദാറ്റ് യു ഗൈസ് ഷോ? എന്താണ് കാണിക്കുന്നത്? പറയൂ, എന്താണ് കാണിക്കുന്നത്? ഇതൊന്നും കണ്ടില്ല, കാണാത്തത് കൊണ്ടാണ് ചേച്ചി, അല്ലാണ്ട് മനഃപൂർവ്വമല്ല. പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഈ തിങ്ക് പോസിറ്റീവ് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. റീസെൻ്റ്ലി ദിയ ഒരു വ്ളോഗിൽ വന്നിട്ടും പറയുന്നത് കേട്ടു, തിങ്ക് പോസിറ്റീവ്. ഇഫ് എനിത്തിങ് പോസിറ്റീവ് ഹാപ്പൻസ് ഡെഫിനറ്റ്ലി ഞങ്ങൾ പോസിറ്റീവ് പറയും. ഇങ്ങനത്തെ കാര്യങ്ങൾ അമ്മൂമ്മേനെ കയറി ബിച്ച് എന്ന് വിളിക്കുന്നതും അമ്മൂമ്മേനെ നോക്കാണ്ട് നിൽക്കുന്നതും അതിൻ്റെ സാരിയും അതും ഇതെല്ലാം പെറുക്കിക്കൊണ്ട് വരുന്നതും നിങ്ങളൊരു ലോങ് വീഡിയോയിൽ അവരെ കുറ്റം പറയുന്നതും CCTV ഫുട്ടേജ് ഷെയർ ചെയ്യുന്നതും ഒന്നും കണ്ടാൽ നമുക്ക് തിങ്ക് പോസിറ്റീവ് ആവാൻ പറ്റില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നിങ്ങൾ മാത്രമല്ല ഒരു കോണ്ടന്റ്. ഇപ്പം അന്നത്തോടുകൂടി നിങ്ങളുടെ വിഷയം കഴിഞ്ഞതാണ്. ഇപ്പം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി സാരിയുടെ ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കുറിച്ചിട്ട് ആരും സംസാരിച്ചിട്ട് കൂടില്ല. ഇപ്പം സംസാരിക്കാനുള്ളൊരു സ്പേസ് നിങ്ങളായിട്ട് കൊടുക്കുന്നത്. എന്തിന് റീച്ച് പോയോ? അതുകൊണ്ടാണോ? റീച്ച് കുറവാണ്. ഞാൻ കണ്ടു റീസെൻ്റ്ലി ഉള്ള വ്ളോഗ്സൊക്കെ കണ്ടു. പൊതുവേ കിട്ടുന്ന അത്രയൊന്നും എത്തിയിട്ടില്ല. കുറേ ഹെയ്റ്റും പോയിട്ടുണ്ട്. അതുകൊണ്ടാണോ? ഡോണ്ട് ഡൂ ദാറ്റ്. വെറുതെ അവനവൻ്റെ നെഗറ്റീവിലോട്ട് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്, കുറച്ച് ചട്ടിയും കലവും പാത്രമുണ്ട്, അതിൽ ഫുഡ് ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കുന്നത് നാണമില്ലല്ലോ. ഞാൻ നമ്മൾ ആരെങ്കിലും പറയോ? ഇതുപോലെ തന്നെയാണ്. എനിക്കൊരു ഫോണുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഇടുന്നുണ്ട്, എനിക്ക് അതിനകത്ത് നിന്ന് കാശ് കിട്ടുന്നുണ്ട്. അതിനിപ്പോൾ ആർക്കാ ഇത്ര സങ്കടം? ഇപ്പം അങ്ങനെ സങ്കടം ഉണ്ടെന്ന് തന്നെ വെച്ചോ, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഐ കണ്ടിന്യൂ ടു മേക്ക് വീഡിയോസ്. ഇപ്പോൾ അടുത്തൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് കുറച്ചാക്കി എന്ന് വെച്ചിട്ട് അത് വേറെ നിങ്ങളൊക്കെ വന്ന് എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഇടുന്നു എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല. ഞാൻ നമ്പർ ഓഫ് വീഡിയോസ് കുറച്ച് ശരിക്കും പേഴ്സണലി എനിക്ക് അത്യാവശ്യം ശരിക്കും ബിസി ആയതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് സുഖമില്ലായിരുന്നതുകൊണ്ടും ഇടയ്ക്ക് കുറച്ച് ട്രാവൽ ചെയ്തിരുന്നത് കൊണ്ടും ഒക്കെയാണ്
ആൻഡ് ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിന്റെ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കാറൊന്നുമില്ല. നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ഒരു പ്രൊഫഷൻ ആക്കി എടുക്കുന്നതിനെ കളിയാക്കുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ബൈ പ്രൊഫഷൻ എനിക്ക് വേറെ ജോലി ഉണ്ടെങ്കിലും എൻ്റെ ഒരു സൈഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് യൂട്യൂബ് തന്നെയാണ്. ഞാൻ എൻ്റെ ക്യാമറയിൽ എൻ്റെ സ്പേസിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ആരാ കുറ്റം പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കറൻ്റ്ലി സോഷ്യൽ മീഡിയനെ അല്ലെങ്കിൽ ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനെ വളരെ നെഗറ്റീവ് സെൻസിൽ കാണുന്ന ഒരു തലമുറയുണ്ട്. അതിന് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടി, എല്ലാവരുടെയും അക്സെപ്റ്റൻസ് കിട്ടിയിട്ടൊന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം അത് അവിടെ കിടക്കട്ടെ. അതാരാ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഞാൻ പറയാത്തിടത്തോളം കാലം അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല. ആൻഡ് സെക്കൻഡ് തിങ്, സ്മാർട്ട് ലിവ് ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 6 മണിക്ക് 10 മിനിറ്റ് ഉണ്ട്. 7:30 ആകുമ്പോഴേക്ക് ഇന്ന് എനിക്ക് 7:30 ആകുമ്പോഴേക്ക് എനിക്ക് ഇന്ന് ഇറങ്ങണം. സോ അതിനു മുമ്പ് ഞാൻ നേരത്തെ എണീച്ച് ടൈം എടുത്ത് എൻ്റെ വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്തൊരു സാഹചര്യത്തിന് ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഇനി വർക്കിന് പോയി വർക്കിൻ്റെ അവിടുന്ന് ഫ്രീ കിട്ടുന്ന ടൈമിൽ എനിക്കിതിനെ കട്ട് ഷോട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി എനിക്ക് അപ്ലോഡ് ചെയ്ത് ഇടണം. ഞാൻ അത്രത്തോളം എഫോർട്ട് എടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ സ്മാർട്ട് വേ ഓഫ് ലൈഫ്. അതെല്ലാവർക്കും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്കും തുടങ്ങാം, എന്ത് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് കോണ്ടന്റ് വേണമെങ്കിലും ഇടാം. അതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു കണ്ടന്റ് ഇടാനുള്ള ഒരു പെർമിഷനും അതിനൊരു ഗൈഡ് ലൈൻസും തന്നു. ആ ഗൈഡ് ലൈൻസിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഇതൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഓക്കെ. ആൻഡ് അതിനിടയിൽ കണ്ടൊരു ഡയലോഗ് ഉണ്ട്, സങ്കടം ഉണ്ടെന്ന് വെച്ചോ എനിക്കൊരു കുഴപ്പമില്ല, നല്ല കുഴപ്പമുണ്ട്, തുറന്നു പറയാം, നല്ല കുഴപ്പമുണ്ട്. കാരണം ഇപ്പം നിങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാണ്ട് നിൽക്കുന്ന ഈ വേളയിൽ വരെ, നിങ്ങളുടെ ഒരു ടോപ്പിക്കേ ഇല്ല, ഒരു ഡിസ്കഷനേ ഇല്ല, ആ ഒരു വേളയിൽ വരെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഈ ഒരു സാധനം സംസാരിക്കണമെങ്കിൽ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള എല്ലാ കോൺട്രവേഴ്സിയും നിങ്ങളുടെ മക്കൾക്ക് നേരെ, എസ്പെഷ്യലി നിങ്ങളുടെ മൂത്ത മകൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള മകൾക്ക് നേരെ വന്ന സൈബർ അറ്റാക്ക് നിങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് വെറുതെ പറയണ്ട. അടുത്ത വീഡിയോ കുറയ്ക്കാൻ കാരണം ട്രാവൽ ചെയ്തു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇതുകൊണ്ടൊക്കെയാണ് എന്നൊരു സാധനം ഇതിൽ ഞാൻ പറഞ്ഞു കേട്ടു. ഹെയ്റ്റ് കൊണ്ടല്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ബട്ട് ഐ ബിലീവ് ഹെയ്റ്റ് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുക. എന്തെങ്കിലും ഒരു ഹെയ്റ്റ് വരുമ്പോഴാണ്. ട്രാവൽ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വ്ളോഗ് ഇടും. കാരണം നിങ്ങളിപ്പോൾ ഒരു മലേഷ്യയിൽ 5 പേര് പോവുകയാണെങ്കിൽ 5 വ്ളോഗ് അതിൽ വരും ഡെഫിനറ്റ്ലി. അതിൽ ഏറ്റവും ഫസ്റ്റ് ദിയാൻ്റെ ചാനലിലാണ് വരിക. പിന്നെ ഇഷാനി ഓർ ഹൻസുബി, അതിൻ്റെ ഇടയിൽ തന്നെ സിന്ധു കൃഷ്ണൻ്റെ വീഡിയോ വരും. ഇച്ചിരി ലേറ്റ് ആയിട്ട് ഹാനേൻ്റെ വീഡിയോ വരിക. അപ്പം ട്രാവൽ വ്ളോഗ് വരുമ്പം നിങ്ങൾ വീഡിയോ ഇടാണ്ട് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അസുഖം ഓക്കെ ഫൈൻ, ഞാൻ ഈ ഇഷാനി ഇവരൊന്നും ഇട്ട് കണ്ടില്ല. എന്നാലും സൂചി കുത്താൻ പോകുന്നതും ഹോസ്പിറ്റലിൽ പോകുന്നതും അതിൻ്റെ വ്ളോഗ്സും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹെയ്റ്റ് വരുമ്പോൾ ഇപ്പോൾ അഹാനകൃഷ്ണ ഒരു ലോങ് ബ്രേക്ക് എടുത്തു. ഇത് റീസൺ എന്താ? ഒരു ഹെയ്റ്റ് വന്നു, ആളെ കം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൻസുബി ഒരു ബ്രേക്ക് എടുത്തു, അതിന് ശേഷം ഒരു പോസ്റ്റുമായിട്ട് ഹൻസുബി വന്നു. ഇഷാനിക്ക് അങ്ങനെ കോൺട്രവേഴ്സി വന്നിട്ടില്ല. ദിയ പിന്നെ സ്പോട്ട് റിയാക്ഷനിലുള്ള ആളാണ്. എന്താണ് വരുന്നത് അതിന് അഗെയിൻസ്റ്റ് സ്റ്റോറീസോ കാര്യങ്ങളോ പറയേണ്ട കാര്യങ്ങളോ വരുന്നത്. സിന്ധു കൃഷ്ണയാണെങ്കിലും ഇപ്പോൾ അമ്മമ്മയുടെ കോൺട്രവേഴ്സിയിൽ വലിയൊരു വിഷയം വന്ന സമയത്ത് വലിയൊരു ബ്രേക്ക് എടുത്ത് പിന്നെ ഒരു വീഡിയോയിൽ എക്സ്പ്ലനേഷനായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഹെയ്റ്റിനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുമുള്ളത്. പബ്ലിക് ആക്കുന്നു, കാണുന്നു. അത് നന്നായിട്ട് അതിൽ നിന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് പൈസയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ സെലക്റ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് ഈ എഴുതുന്ന, എനിക്ക് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പേഴ്സണലി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ അവരാരെങ്കിലും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇതിനോട് മാത്രം ആൾക്കാർക്ക് എന്താ ഇങ്ങനെ ഒരു വികാരം? യൂട്യൂബിൽ വീഡിയോ ഇട്ട് പൈസ. ഈ നമ്മളെ ഓരോ വീഡിയോയുടെ താഴെയും കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അവർക്ക് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ എല്ലാവർക്കും വേണമെങ്കിൽ അവരുടെ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഐഫോൺ, ഒരു എന്ത് ഫോണാണെന്ന് പറയുന്നത്, സ്മാർട്ട് ഫോണാണ്. ഒരു തരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് വീഡിയോസ് എടുക്കാം. എന്ത് വേണോ എടുക്കാം. നിങ്ങളെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീട്ടിനെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ ചെടികളെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചെടുക്കാം, നിങ്ങളുടെ വീട്ടിലെ മറ്റാൾക്കാരെ കുറിച്ചെടുക്കാം. നിങ്ങൾ രാവിലെ എവിടെ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കടയിൽ പോകുന്നു, സാധനം മേടിക്കുന്നു, നിങ്ങൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്നു, മഴ പെയ്യുന്നു, വീഡിയോ വെട്ടുന്നു, അപ്പുറത്തെ വീട്ടിൽ അത് ഇത് ചെടി മരം, അങ്ങനെ എന്ത് വേണോ എടുക്കാം. എടുക്കാം, അത് വീഡിയോ ഇടൂ.
അത് നാട്ടുകാർ കാണട്ടെ, കണ്ടിട്ട് അതിന് ഒരുപാട് വ്യൂ കിട്ടുകയും നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള വാച്ച് ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാം, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നതുകൊണ്ടാണ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിക്ക് യൂട്യൂബ് ആസ് എ പ്രൊഫഷൻ എന്ന് സെലക്ട് ചെയ്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കൃഷ്ണകുമാർ ഓഫ് കോഴ്സ് യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല, എന്നാലും ആൾക്കൊരു ചാനലുണ്ട്. അഹാന ഓഫ് കോഴ്സ് ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഹാന എന്ന് പറയുന്ന ഒരു വ്യക്തിനെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഏറ്റവും കാണുന്നത് എനിക്ക് തോന്നുന്നു യൂട്യൂബ് കൂടിയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഫിലിംസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് ഫിലിംസ് ഒന്നും അഹാൻ ഓഫ് കോഴ്സ് ചെയ്തിട്ടില്ല. സിന്ധു കൃഷ്ണ ഓഫ് കോഴ്സ് യൂട്യൂബറാണ്, അൻസുബി ഓഫ് കോഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബറാണ്, ഷാനി ഓഫ് കോഴ്സ് യൂട്യൂബറാണ്, ഓസിയാണ് ഒരു ഓൺട്രപ്രണർ, അതിൻ്റെ കൂടെ തന്നെ ഒരു യൂട്യൂബറായിട്ട് വന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം ആ തരത്തിലുള്ള കമൻറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത്. ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ ഒരു ബാഡ് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. നമുക്ക് വളരെ ഈസിലി നമ്മുടെ കംഫോർട്ടബിൾ സ്പേസിൽ നിന്ന് ഏർണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് കംഫോർട്ടബിളായ സ്പേസിൽ, എനിക്ക് കംഫോർട്ടബിളായ ലുക്കിൽ, എനിക്ക് കംഫോർട്ടബിളായ ടൈമിലാണ് ഞാനിപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ വെൻ ഇറ്റ് കംസ് ടു മൈ വർക്ക് അത് ഓഫ് കോഴ്സ് അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ഒരു വർക്ക് ടൈം ഉണ്ട്, വർക്ക് പാറ്റേൺ ഉണ്ട്, ഒരു ഡെയിലി വർക്ക് റൂട്ടീൻസ് ഉണ്ട്, അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അതിൻ്റെ ചാർട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് 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 റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ വർക്ക് റിലേറ്റ് ചെയ്തിട്ട് എനിക്കുണ്ട്. സോ അത് ഫിക്സഡ് ആണ്, അത് എൻ്റെ വർക്കിൻ്റെ ഒരു പാറ്റേൺ ആണ്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, റെസ്പോൺസിബിൾ ആവണം, അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വർക്കായി കാണാത്ത ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയ എൻ്റെ ഒരു കംപ്ലീറ്റ് വർക്കായിട്ട് എടുക്കാൻ ഇപ്പം തന്നെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടാണ് ഞാനൊരു കോഴ്സ് പഠിച്ചത്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് നല്ല മാർക്കോടുകൂടി പാസ്സായത്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാനും അതിൽ അത്യാവശ്യം സ്കില്ലും ടാലൻറ്റും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കരുതുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്ത് പഠിച്ച് ജോലിയിൽ വരിക. അപ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾക്കാരെ ഒരു ഏണേഴ്സോ അല്ലെങ്കിൽ ആയിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിനെ ക്രോസ് പറയല്ല, അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതൊക്കെ വ്യക്തിഗത മൈൻഡ് സെറ്റാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഈ സെറ്റ് ഓഫ് കാര്യത്തിൽ പോകുന്നത് കൊണ്ട് വരുന്ന ഒരു സൈബർ അറ്റാക്ക് ആയിരിക്കും. കീപ് ഇറ്റ് ആസ് സിമ്പിൾ. അതൊന്നും ഇത്ര വലിയ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അതല്ലാണ്ട് കുറേ പറഞ്ഞല്ലോ, അതിനാണ് എനിക്ക് പറയാനുള്ളത്. അല്ല വേറെ ആയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഇടുന്നത്, അല്ലെങ്കിൽ അതിപ്പോൾ ട്രാവൽ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഹോം വ്ളോഗ് ഇടും. എനിക്കത് നിങ്ങൾ അറിഞ്ഞോ സുഹൃത്തുക്കളെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ അൺവാണ്ടഡ്ലി ഒരിത് ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ടിട്ട് വീട് കണ്ടിട്ട് പയ്യതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്തൊരു ഫീലിംഗ് അവസരം. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇടാനൊരു താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ നമ്മളെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വി ആർ മേക്കിംഗ് മണി. പക്ഷേ നമ്മളെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ മുറിച്ച് വിറ്റ് ഇതിനെ കട്ട് ചെയ്ത് മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും കൈവരിക്കുകയും അത് കണ്ടിട്ട് അവർ അതിന്റെ ആ ഒരു ട്രെൻഡിന്റെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരുപാട് പബ്ലിക് ആൾക്കാരുണ്ട്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു സാധനം തംബ്നെയിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞോ അവിടെ അത് നടന്നു ഇത് നടന്നു എന്ന് പറയുന്നത്. ഈ തംബ്നെയിൽ ഇപ്പം ഈവൻ എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ക്ലിക്ക് ബൈറ്റുള്ള തംബ്നെയിൽസ് ആണ് കൊടുക്കലും. ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ അതിൽ വളരെ ഇൻജസ്റ്റൈസ് പരമായിട്ടുള്ള പക്കാ തോന്നിവാസങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ എഴുതി വെച്ചിട്ടില്ല. കാരണം തംബ്നെയിൽ എന്ന് പറയുന്നത് ക്ലിക്ക് ബൈറ്റ് കോണ്ടന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഫൈലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒരാൾ ബേസിക്കലി കാണുക അല്ലെങ്കിൽ അതിൽ അട്രാക്റ്റഡ് ആവുക നമ്മളുടെ തംബ്നെയിലിൽ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന സാധനമാണ് ട്രെയിലർ. ആ സിനിമയുടെ ഒരു മെയിൻ സാധനം ആ ട്രെയിലറിൽ കൊടുക്കൂലേ. ഇപ്പോൾ സീരിയൽസ് കാണുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ സീരിയൽസ് കാണുമോ എന്ന് എനിക്കറിയില്ല, സീരിയൽസ് കാണുന്ന വ്യക്തികളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോഴാണ് ആ സീരിയൽ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊരു ക്യാച്ചി സാധനമായിരിക്കും പിറ്റേ ദിവസത്തെ വീഡിയോയിൽ കാണിക്കുക. ഇനി അത് വിട്, സീരിയൽ എല്ലാവരും കാണണമെന്നില്ല. നിങ്ങൾ ഇൻ്റർവ്യൂസ് കണ്ടിട്ടില്ലേ? ചില ഇൻ്റർവ്യൂസിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം ആങ്കറിൻ്റെ മുഖത്തോട്ട് വെള്ളം ഒഴിക്കുന്നതോ അല്ലെ ആങ്കറിനെ ചീത്ത പറഞ്ഞിറങ്ങി പോകുന്ന ഒരു സാധനം. നമ്മൾ ഇൻ്റർവ്യൂവിലോട്ട് കയറുമ്പോൾ അതെന്തെങ്കിലും കാണുമോ? ഇല്ല. ഒരു 95% ഓഫ് ഇൻ്റർവ്യൂവിലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണില്ല. പകരം നമ്മളെന്താ കാണുക? അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, കാര്യം തീർക്കുന്നു, പോകുന്നു. സോ ഇങ്ങനത്തെ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലിക്ക് ബൈറ്റ് ആണ്. അത് നമ്മുടെ വീഡിയോയിലോട്ട് മറ്റൊരാൾ അട്രാക്റ്റഡ് ആവാൻ വേണ്ടി ചെയ്യുന്നത്. അത് യൂട്യൂബേഴ്സ് മാത്രമല്ല, എല്ലാവരും അവരുടെ പ്ലാറ്റ്ഫോമിൽ ഏത് രീതിയിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അവർ ആ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ,
നിങ്ങൾക്ക് നിങ്ങളതായ കോണ്ടന്റ് ചെയ്തൂടെ? എന്തിനാണ് നമ്മളിൽ നിന്ന് മുറിച്ച് വെച്ച് ചെയ്യുന്നത്? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എനിക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഞാനിപ്പോൾ കറൻ്റ്ലി അതിൻ്റെ കൂടെ യൂട്യൂബും ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രൊഫഷൻ കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് എനിക്കിപ്പോൾ കറൻ്റ്ലി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹമില്ല, ഇഷ്ടമില്ല, താല്പര്യമില്ല. എനിക്ക് എന്നാണോ ഇഷ്ടം വരുന്നത്, എനിക്ക് എന്നാണോ ആഗ്രഹം വരുന്നത്, താല്പര്യം വരുന്നത്, അതിനുള്ള ടൈം കിട്ടുന്നത്, ഡെഫിനറ്റ്ലി അന്ന് ഈ സിന്ധു കൃഷ്ണ ചെയ്യുന്നത് പോലെയൊക്കെ ചിലപ്പോൾ ഞാനും ചെയ്യുമായിരിക്കും. ഇപ്പം കറൻ്റ്ലി അതിനോട് താല്പര്യമില്ല. പിന്നെ ഞങ്ങളുടെ കണ്ടൻറ്റുകൾ കീറി മുറിച്ച് വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം. നിങ്ങളുടെ കണ്ടൻറ്റുകൾ കീറി മുറിച്ച് വിൽക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് നിങ്ങളുടെ കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കി ഇടുന്നത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ ഒരു കോണ്ടൻറ്റ്, അഖിൽ എന്നാടിയുടെ ഒരു കോൺട്രവേഴ്സി ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഏതൊക്കെ പേജുകളിലാണ് ട്രോളായേ എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. ഒരുപാട് പേര് എനിക്ക് ആ ലിങ്കുകൾ അയച്ചു തന്നു. എന്നോട് ഇതുവരെ മിണ്ടാത്ത ടീമുകൾ വരെ എനിക്ക് ആ ലിങ്കുകൾ അയച്ചു തന്നു. ഏതോ ഒരു അഷ്കർ ടെക്കി എന്ന് പറയുന്നൊരു വ്യക്തി എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് തംബ്നെയിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, തംബ്നെയിൽ ഇട്ടിട്ട് ഞാനുണ്ട്. പ്രത്യേകിച്ച് ഒന്നും എന്നെ പറ്റി മൂപ്പർ ആ വീഡിയോയിൽ പറയുന്നില്ല, അബൌട്ട് മൈ തംബ്നെയിൽ സംതിങ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് ചെന്ന് അവരോട് നോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഇറ്റ്സ് എ പാർട്ട്. സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഡെഫിനറ്റ്ലി ക്രിറ്റിസിസം വരും. നിങ്ങളുടെ വിചാരം എന്താണ്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നമുക്കൊന്നും നെഗറ്റീവ് ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് നല്ല രീതിയിൽ അഖിലനാടിയുടെ വിഷയത്തിൽ ഒരു മാസീവ് സൈബർ അറ്റാക്കാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോട്ട് ബിക്കോസ് നമ്മൾ ഇതിനു മുമ്പും പല വിഷയങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരാൾ എടുത്ത് പിടിച്ചു, മറ്റേ ആൾ എടുത്ത് പിടിച്ചു, അത് വലിയൊരു വിഷയമായി. ചിലപ്പോൾ പലരും തമ്മിലുള്ള പൊളിറ്റിക്സ് ആയിരിക്കാം, അതൊക്കെ ഇതിൽ കയറി വലിയൊരു അറ്റാക്ക് ആയിട്ടുണ്ട്. നമ്മളാരും ഇതിന് അഗെയിൻസ്റ്റ് കടന്ന് കരയാനോ കമൻ്റ് ഇട്ടവരെ ചീത്ത പറയാനോ തെറി വിളിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. ബിക്കോസ് നമ്മളിത് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ക്രിറ്റിസൈസ്. അത്രയേ ഉള്ളൂ. ലെറ്റ് ദം. ഇതും കടന്നു പോകും, അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഇത്ര അടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇട്ടാൽ ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു. അത് അറിഞ്ഞൊരു കോണ്ടന്റ് നമുക്ക് ഇട്ട് തരുമ്പോൾ സംസാരിക്കാതിരുന്നാൽ മോശമല്ലേ? അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, it's bye bye from Ami Unfiltered. Stay happy. Bye guys.